എന്നെ പതിവായിട്ട് കാണുന്നവരെല്ലാവരും ചോദിക്കാൻ തുടങ്ങി, ചേച്ചി ഷോർട്സ് കാണുന്നുണ്ട്, ലോങ് വീഡിയോസ് വേണം, സംസാരിക്കണം. അതെ, നമുക്ക് എല്ലാവർക്കും സംസാരിക്കണം എന്നുള്ളത് ഒരു അനിവാര്യ ഘടകമാണല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകാരോട് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കണം എന്നൊക്കെ തോന്നുന്നത് സ്വാഭാവികം മാത്രം. പിന്നെ ഞാനിപ്പം ഒരു 10 days ആയിട്ട് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ, ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം ഇട്ടുള്ളൂ അച്ഛൻ്റെ അവിടെ ഇരുന്നിട്ടെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ടായി. നിങ്ങളെല്ലാവരും വീഡിയോസിൽ കാണുന്നുണ്ട്, ഷോർട്സിലൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എൻ്റെ ഒരു പ്രോജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. ആ പ്രോജക്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ സന്തോഷം കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും അധികവും ഒരേപോലെ ആയിരിക്കാൻ ശ്രമിക്കണം. അതിനുള്ള ഉദാഹരണമാണ് മഹാത്മാഗാന്ധി. ഇപ്പോഴും ഞാൻ പറയാറുണ്ട്, മഹാത്മാഗാന്ധിയോട് ഒരു കഥയാണ്, ഒരു ചെറിയ കഥയാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. അതിനകത്ത് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ എന്താ പറയുക, ഇൻഡിഗോ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തിലെ ഇൻഡിഗോ തൊഴിലാളികളുടെ, നീലം തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പിൽ അദ്ദേഹം അവരെ സംഘടിപ്പിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തു എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ അവിടെ പോപ്പുലറായിട്ട് വരികയാണ്. മഹാത്മാഗാന്ധി എവിടെ പോകുന്നു അവിടെയൊക്കെ ഈ പത്രക്കാർ ഓടിച്ചെല്ലും. കാരണം അവർക്കൊരു ചെറിയ, നമ്മൾ ഇന്നത്തെ കാലത്ത് ബൈറ്റ് കിട്ടുന്നു എന്ന് പറയുന്ന പോലെ ചെറിയൊരു എന്തെങ്കിലും ഒരു കോളം എഴുതാൻ വേണ്ടിയിട്ട് മഹാത്മജി സെഡ് ദിസ് എന്നൊക്കെ പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്യും അടുത്ത ദിവസം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒരു ലീഡറാണ് അദ്ദേഹം അല്ലേ, ഒരു മോട്ടിവേറ്ററാണ് അന്നത്തെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടോ. അപ്പോൾ ഇദ്ദേഹം ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒരു ആൾ ഓടി വരികയാണ്. ഒരു റിപ്പോർട്ടർ ചെറിയൊരു പത്രത്തിൻ്റെ എന്തോ ഇദ്ദേഹത്തിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ കഥയ്ക്ക് അത് ആസ്പദമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണേ. അപ്പോൾ വേഗം തന്നെ പറയും, മിസ്റ്റർ ഗാന്ധി പ്ലീസ് ഗിവ് മീ സം മെസ്സേജ് എന്ന് പറയാണ് കേട്ടോ. ഐ വോണ്ട് ടു പബ്ലിഷ് ഇൻ മൈ പേപ്പർ. അപ്പോൾ ഏതോ ഒരു കൂട്ടത്തിനോട് സംബോധന കഴിഞ്ഞിട്ട്, അതായത് സംസാരിച്ച് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞിട്ട് ഗാന്ധിജി തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർക്ക് കവറേജ് വേണമല്ലോ. അപ്പോൾ വേഗം തന്നെ ഗാന്ധിജിയുടെ കയ്യിൽ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിനകത്ത് വേഗം തന്നെ പേന എടുത്തിട്ട് മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ചുരുട്ടിയിട്ട് എറിഞ്ഞു കൊടുത്തു അത്രേ. അപ്പോൾ അദ്ദേഹം, ആ ഫോട്ടോഗ്രാഫർ അത് വായിച്ചിട്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഡെവലപ്പ് ചെയ്ത് എഴുതിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു, ഏകനാഥ് ഈശ്വരൻ്റെ. അതിനകത്ത് ആ ബുക്കിൻ്റെ പേര് തലക്കെട്ട് തന്നെ യുവർ ലൈഫ് ഇസ് യുവർ മെസ്സേജ് എന്ന് പറയുന്നുണ്ട്. അതായത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജി പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയണമെന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നതും പറയുന്നതും അലൈൻഡ് ആയിരിക്കണം. ഒരിക്കലും പറയുന്നത് ഒന്ന് ചെയ്യുന്നത് വേറൊന്നായിരിക്കരുത്. അത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, മിക്കവാറും തന്നെ ഞാൻ ഇതിനകത്ത് പറയാറുണ്ട്, നമുക്ക് വേണ്ടി മാത്രമായിരിക്കരുത് നമ്മുടെ പണം ചിലവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമുക്കൊരു 1 lakh മന്ത്ലി സാലറി എങ്കിൽ അതിൽ ഒരു 10,000 രൂപ നമ്മൾ എവിടെയാണ് ആവശ്യക്കാരുള്ളതെന്ന് വെച്ചാൽ കൊടുക്കണം. നിങ്ങളുടെ 90,000 രൂപയുള്ളൂ നിങ്ങളുടേതെന്ന് നിങ്ങൾ വെച്ചേ മതിയാവും. ഇപ്പോൾ ഇന്ന് റംസാൻ 1-ാം തീയതിയാണ് ഇവിടെ, റംസാൻ ആരംഭിക്കുകയാണ് ഇവിടെ അബുദാബിയിൽ. നാളെയാണ് നമ്മുടെ നാട്ടിലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ മുസ്ലിംസൊക്കെ ഇപ്പോൾ ഈ മാസം മുഴുവൻ അവർക്ക് വ്രതമാണ്. അവരോട് ആരെന്ത് ചോദിച്ചാലും അവർ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവർക്കറിയാം കൊടുക്കുന്നവനാണ് കിട്ടുകയുള്ളൂ, കൊടുക്കാത്തവന് ഉള്ളതും കൂടെ പോകുമെന്നാണ് പറയുന്നത് അല്ലേ. അത് പിന്നെയും ഒരു വചനമുണ്ടല്ലോ ബൈബിളിലൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഇല്ലാത്തവന് ഉള്ളത് കൂടി പോകും എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ മുഴുവനും വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവന് ഉള്ളത് കൂടി പോകുമെന്നാണ്. നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ലാത്തവന് ഉള്ളത് കൂടി പോകുമെന്നാ, അതെന്താണ് അതിൻ്റെ അർത്ഥം? അതിന് മുമ്പുള്ള വചനങ്ങൾ വായിക്കാതെയാണ് ആളുകളത് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം. നമ്മൾ യൂട്യൂബ് ചാനൽ നടത്തുന്നവരായിക്കോട്ടെ, എന്ത് ചെറിയ പ്രസ്ഥാനം നടത്തുന്നവരായിക്കോട്ടെ, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നിങ്ങൾ പറയുന്ന ഓരോ വാചകങ്ങളും ലോകത്തിൻ്റെ ഓരോരോ മൂലയ്ക്കിരുന്ന് ചിലപ്പോൾ വളരെ ആരാധനയോട് കൂടിയായിരിക്കും എല്ലാവരും കാണുന്നത് അല്ലേ. ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മോട്ടിവേഷൻ
സ്പീക്കർ, അതായത് ഇതിലൊക്കെ വരുന്നുണ്ട്, അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അവരെ പറ്റി. അവരുടെ ഒരു ഷോർട്സിനകത്ത് അവർ പറയാണ്, നിങ്ങൾ യൂട്യൂബ് ചാനലും ഷോർട്സും റീൽസും കണ്ട് സമയം കളയാതിരിക്കൂ, നിങ്ങൾ കോഴ്സസ് ചെയ്യൂ എന്നൊക്കെ പറയുന്നു. നോക്കൂ, എന്ത് അടിസ്ഥാനമില്ലാത്ത ഒരു സംസാരമാണ് അവർ പറയുന്നത് അല്ലേ. അവർ പറയുന്നത് അവരുടെ വീഡിയോസൊക്കെ ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ കാണുന്നത് യൂട്യൂബ് ചാനലിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ അല്ലേ അവരെ നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അവർക്ക് ഒരു വിധത്തിലുള്ള ഫോളോവേഴ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ നിങ്ങൾ ഇതൊന്നും കാണല്ലേ എന്ന് പറയുന്നു. അങ്ങനെയല്ല, അങ്ങനെ ആകാൻ പാടില്ല. നിങ്ങൾ ഒരു നിശ്ചിത സമയത്ത് നിങ്ങളിത് കാണുമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇതിനകത്തുനിന്ന് നല്ല ഇൻഫോർമേഷൻസും ഉണ്ട്. നല്ലതല്ലാത്ത, നിങ്ങളെ സ്വാധീനിക്കേണ്ടതല്ലാത്തത്, അതായത് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതില്ലാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ, കുറേ സ്ത്രീകൾ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്ന് നിന്ന് മുമ്പും പിറകും കാണിച്ചിട്ട് പാട്ടിട്ടിട്ട് പോകുന്നുണ്ട്. അത് ഒരു കാര്യത്തിലും ഇല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഒരു പ്രയോജനമില്ല ആ വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് തന്നെ കാണിക്കണം. അതേസമയം ഈ പറഞ്ഞ മോട്ടിവേറ്ററുടെയോ അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ പറയുന്നതിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് കേൾക്കുന്നതിൽ തെറ്റില്ലല്ലോ. കേൾക്കാം, ഞാൻ പറയുന്നത് ആവശ്യമുള്ളത് മാത്രം കേൾക്കുക എന്നാണ്. ഒരുപാട് സമയം ഇതിനകത്തിരുന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി അങ്ങനെ പോരുത്. ഇപ്പം നിങ്ങൾ ഈ സ്ത്രീകളുടെ വീഡിയോസ്, നേരത്തെ ഞാൻ പറഞ്ഞ സ്ത്രീകളുടെ വീഡിയോസ്, അതായത് മുമ്പും ബിമ്പും ഒക്കെ കാണിച്ച് നിൽക്കുന്നത് കുറേ പാറ്റേൺസ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് നമ്മൾ ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് പോയി ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ശരി, ഒരു കമൻ്റ് അടിച്ചേക്കാം ഇവർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളതിലിരിക്കും, എന്തോ വാടി ഈ കാണിക്കുന്നതെന്ന്. ഡോണ്ട് ഡു ദാറ്റ്. അത് അവർക്ക് റീച്ച് കൂട്ടിയുള്ളൂ. നെഗറ്റീവ് പബ്ലിസിറ്റി കേട്ടിട്ടില്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റി, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഹോർലിക്സിൻ്റെ പരസ്യം ഒരു പ്രാവശ്യം ഹോർലിക്സിനേക്കാളും മേന്മയേറിയതാണ് ബൂസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം വന്നു. അതായത് ഈ ഹോർലിക്സിനെ ശരിക്കും കാണിക്കുന്നുണ്ട് ആ ലേഡി വാങ്ങിക്കുന്നതായിട്ട്. അപ്പോൾ എന്തായി, എല്ലാവരും പറഞ്ഞു, ദേ ഇത് കണ്ടോ, ഇവർ പറയുന്നത് കണ്ടോ, ആ പൊടി വാങ്ങിക്കരുത് കേട്ടോ. ഒരു വീട്ടമ്മ പറയാണ്, ഈ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ, ഇത് എന്ത് കണ്ടോ, എൻ്റെ മകൻ്റെ ഉത്സാഹം കണ്ടോ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞാൽ പയ്യൻ ചാടുകയും ഈ ഹോർലിക്സ് നല്ലപോലെ കാണാം അവരുടെ കാർട്ടിൽ കിടക്കുന്നത്. അപ്പം എന്തായി, അവർക്ക് അവരാ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ കാണിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഹോർലിക്സുകാർ പോയി കേസ് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അറിഞ്ഞുകൊണ്ടാണ്, ഇവർക്കറിയാം വേറൊരു പ്രോഡക്റ്റിനെ കാണിച്ച് ഇത് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വരും. കാരണം നമുക്കതിനുള്ള അധികാരമില്ല. നമുക്ക് പോയിട്ട് ഈ പൊടിക്ക്, അതായത് ഞാനൊരു ഓണറാണെന്ന് വിചാരിച്ചോ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ, ഈ പറഞ്ഞ പോലെ ആ പർട്ടിക്കുലർ ഡ്രിങ്കാണ് നിങ്ങൾ കുടിക്കാവുള്ളൂ, ഈ കാണുന്ന ഡ്രിങ്ക്സ് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ക്യാനൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുക. അത് ചെയ്ത് കഴിയുമ്പം ആ ക്യാനിൽ എഴുതിയിരിക്കുന്ന ഇപ്പം പെപ്സി ആണെങ്കിലോ അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിലോ അവർക്ക് പോയി കേസ് കൊടുക്കാം എനിക്ക് എഗൻസ്റ്റ് ആയിട്ട്. ഞാനാരെ ഇതൊക്കെ പറയാനായിട്ട്, ഇത് കൊള്ളില്ല അത് കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് ഇതല്ലേ. അപ്പം ഞാൻ എന്താ വിചാരിക്കണമെന്ന് അറിയോ, ഞാനൊരു കുഞ്ഞു ഡ്രിങ്ക് വിൽക്കുന്ന ആളാണ്. മേ ബി ഒരു കോക്കോനട്ട് ബേസ്ഡ് ഡ്രിങ്ക് ആണെങ്കിൽ എനിക്ക് കയറി വരണമെങ്കിൽ ഇവരെന്നെ നോട്ടീസ് ചെയ്യും. ആര്? ഈ വലിയ ഡ്രിങ്ക്സ് വിൽക്കുന്നവർ. അവർ പോയിട്ട് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കും. അപ്പോൾ എന്താവും? നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും എനിക്ക്. ഇത് തന്നെയാണ് യൂട്യൂബ് ചാനൽസിലും മറ്റുള്ള ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ നടക്കുന്നത്. പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള വൾഗാരിറ്റീസ് കാണിക്കും അല്ലേ, അല്ലെങ്കിൽ ക്ലീവേജ് കാണിക്കും, അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കാണിക്കും, അങ്ങനെ കുറേ ഉണ്ടല്ലോ, ബാക്കൊക്കെ കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടാൽ അവർക്ക് റീച്ച് കൂടും. കാരണം ആൽഗോരിതത്തിന് അറിയില്ല നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇടണേന്ന്. നമ്മൾ മലയാളത്തിൽ പച്ചത്തറി ആയിരിക്കും വിളിച്ചിടുന്നത്, പക്ഷേ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് എൻഗേജ്ഡ്. അപ്പോൾ കൂടുതൽ അത് ഷെയർ ആവും. സോ നിങ്ങളതിൽ കമൻറ്റ് ഇടരുത് അങ്ങനെയുള്ളതിനകത്ത് കേട്ടോ. അതിലിടാം, നിങ്ങൾക്കത് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അങ്ങ് വിട്ടേര്, അവരെങ്ങനെയെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ, അവരുടെ കർമ്മം അവർക്ക് തിരിച്ചു വരും. സോ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകുക. ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് കമൻസ് ഇടാൻ നമ്മൾ മെനക്കെടാതിരിക്കുക. 1. 2, പോസിറ്റീവ് കമൻസ് നിങ്ങൾക്ക് ഇടണം, അവർ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. അതിൽ നല്ല കാര്യമല്ലേ സ്പ്രെഡ് ചെയ്യുന്നത്. ചീത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു മിനിറ്റ് പോലും വിനിയോഗിക്കരുത്. ഓക്കെ. ആദ്യത്തെ പോയിന്റ് വന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇല്ലാത്തവന് ഉള്ളതും കൂടി പോകുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കിക്കോളൂ. അത് വേണം.
നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ക്ഷമിക്കുക, 2 പ്രാവശ്യം ക്ഷമിക്കുക, 3-ാമത്തെ പ്രാവശ്യം നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമ്മൾ ഫൂൾ എന്നാണ് അർത്ഥം കേട്ടോ. അത് നമ്മൾ അലൗ ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മളെ എന്താ പറയുക യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരാളെ സാരമില്ല, അവർക്ക് അറിവില്ലായ്മയായിരിക്കും, അവർക്ക് എന്തെങ്കിലും തിരക്കായിരിക്കും. 2-ാമത് നമ്മൾ അലൗ ചെയ്യുന്നു, പോട്ടെ, ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാം. 3rd ടൈം ഇഫ് യു ആർ അലവിങ്, ദാറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ഫൂളിഷ്നെസ്. നമ്മൾ തന്നെയാണ് ഫൂളാകുക. മറ്റുള്ളവരെ ഇതുപോലെ നെഗറ്റിവിറ്റി ചെയ്യുന്നവരെ നമ്മൾ പ്രചോദനം കൊടുക്കുന്ന പോലെ ആയിക്കഴിഞ്ഞാൽ നല്ലതല്ല സമൂഹത്തിന്. അത് എനിക്ക് പറയാനുള്ളത് പറയാനാണല്ലോ ഞാൻ ഈ പേജ് തുറന്നു വച്ചിരിക്കുന്നത്, യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ പ്രോജക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായല്ലോ, നിങ്ങൾ ചോദിച്ചില്ലേ, കുറേ പേര് ചോദിച്ചു, ചേച്ചി എന്തായി മറന്നുപോയോ, ജനുവരിയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീടിൻ്റെ, പിന്നെ പാല് കാച്ചലിന് പറയാമെന്നൊക്കെ ഓർത്തു, അതങ്ങനെ സമയം തള്ളിപ്പോയതാണ്. അപ്പോൾ ഞാനതിൽ അത് പറഞ്ഞു വന്നപ്പോൾ അതിനകത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ചെയ്യുന്നതെല്ലാം പറയേണ്ട ആവശ്യമില്ല സുഹൃത്തേ എന്ന് പറഞ്ഞിട്ടൊരു ജോളി എന്ന് പറഞ്ഞൊരു ഓരോ ചെയ്തിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണെന്നറിയോ? എനിക്ക് റീച്ച് ആവുക, ഞാൻ ഫേമസ് ആകുക എന്നുള്ളതിലുപരി ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടില്ലെങ്കിലും കേൾക്കുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചാണ് നമുക്ക് റീച്ച് കൂടുന്നത്. സോ ചില വീഡിയോസൊക്കെ 50,000 1,00,000 ഒക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതെന്താണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് ആ ആളുകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഒരു വലിയ ആൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരിക്കാം അല്ലേ. അത് ആ ചിന്തകളിൽ കടന്നു കയറി എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് ലെറ്റ് മീ ടെൽ യു, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ 2.5 വർഷമായിട്ടോ, എന്നിട്ടും ഈ 15,000 ഇങ്ങനെ നിരങ്ങിയാണ് കയറുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. കേൾക്കുന്നവർ കേൾക്കുന്നുണ്ട്, ചേച്ചി എന്താ ലോങ് വീഡിയോസ് വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷം. ഇതൊക്കെയല്ലേ വേണ്ടത് അല്ലേ? ഇതൊക്കെയാണല്ലോ നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഈ മോട്ടിവേഷൻ കൊടുക്കുന്നവരും മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഒരു ആൺകുട്ടി ഒരു ദിവസം നിന്ന് മോട്ടിവേഷൻ പറയണു അത്ര. ഈ രമേശ് പിഷാരടിയുടെ അതിൽ പറഞ്ഞതാണ്, അവൻ ഇന്ന് മോട്ടിവേഷൻ കൊടുക്കണം. അവൻ എന്തറിയാം, 12 വയസ്സായിട്ടുള്ളൂ, അവൻ എന്തറിയാം അവൻ്റെ ജീവിതത്തിൽ എന്നാണ് ചോദിക്കുന്നത്. രമേശ് പിഷാരടിയുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. ഇതെന്ത് മോട്ടിവേഷനാണ്? നിങ്ങൾ എന്തിനാണ് ഈ മോട്ടിവേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെങ്കിൽ? അപ്പോൾ പിന്നെ വേറെ ചില ആളുകളുണ്ട് കേട്ടോ, നിങ്ങൾക്ക് 7 ദിവസത്തിനുള്ളിൽ പണക്കാരാകാനുള്ള വിദ്യ പറഞ്ഞു തരട്ടേന്ന്. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ അവരെന്താ പണക്കാരാവാതിരുന്നത്? അവർക്ക് ഈ വിദ്യ നേരത്തെ അറിയാമല്ലോ. നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയുന്നതിന് മുമ്പേ അവർക്ക് അറിയാമല്ലോ ഇങ്ങനൊരു വിദ്യ ഉണ്ട്. അപ്പോൾ പിന്നെ അവരെന്താ അത് യൂസ് ചെയ്യാതിരുന്നത്? ഈ 10 വർഷം മുമ്പൊക്കെ യൂട്യൂബ് ചാനലുകൾ വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അവരത് യൂസ് ചെയ്തില്ല? അറിയാമായിരുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അവർ പണക്കാരായി പോയിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഐ ഓപ്പണറായിട്ട് വെക്കുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ സം ചിറ്റ് ചാറ്റ്സ്. അത് കാര്യമില്ല. നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ തള്ളിക്കളയുക തന്നെ വേണം. കളഞ്ഞില്ലെങ്കിൽ അത് നമ്മളിലേക്ക് വന്ന് കയറി നമുക്കതൊരു തരം ഹരമായിട്ട് മാറും. ഈ ആൾക്കാർ തമ്പാക്ക് ഇവിടെ സാധനം ഇടൂലേ, അതിന് ആ സമയമാകുമ്പോഴേക്ക് അവർക്കത് വേണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിലും കാപ്പി കുടിക്കുകയാണെങ്കിലും അതിനൊരു കൃത്യസമയം വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അത് അടുത്ത ദിവസം ആ നേരം ആകുമ്പോൾ നമ്മളെ തലവേദനയോ എന്തെങ്കിലും വന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും, നീ ഇന്ന് കാപ്പി കുടിച്ചിട്ടില്ലെന്ന്. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ടേക്ക് അവേ ഈസ് ബ്രേക്ക് ദ പാറ്റേൺസ്. നിങ്ങളങ്ങനെ ഒരു സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ദ പാറ്റേൺസ്. അല്ലെങ്കിൽ ആ പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്, ഹാബിറ്റ്സ് അല്ല. ഹാബിറ്റ്സ് വന്നിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ചെയ്യണം. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാകും നിങ്ങളിതാണ് ചെയ്യാൻ പോകുന്നതെന്ന്, അല്ലേ? ഒരേ സമയത്ത് തന്നെ എഴുന്നേൽക്കുക, ഒരേ സമയത്ത് തന്നെ നിങ്ങൾ എക്സസൈസിന് പോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ബ്രെയിൻ വിൽ നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതേപോലെ തന്നെയാണ് ഈ നെഗറ്റീവായിട്ടുള്ള വീഡിയോസ്, ഈ സ്ത്രീകളുടെ കാണുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ കണ്ട് ഒരുപാട് സമയം അതിലേക്ക് പോവുകയാണെങ്കിൽ ഈ ആൾക്കാരത് നിങ്ങൾക്ക് വീണ്ടും 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 പ്രലോഭനങ്ങൾ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരിക്കും. അയ്യോ, പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ അന്തോണീസ് പുണ്യാളിൻ്റെ നൊവേനയ്ക്ക് പോകുമ്പോൾ അതിൽ ആ പ്രാർത്ഥനയുണ്ട്. 9 നാൾ പോകുമ്പോൾ ആ നൊവേനയിൽ ഇത് പറയുന്നുണ്ട്. ശരിക്കും എന്ത് കറക്റ്റാണല്ലേ? പ്രലോഭനങ്ങളിൽ വശംവദരാകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾ തന്നെ ദിവസവും അത് പ്രാർത്ഥിച്ചോളൂ. ഒരേ സമയത്ത് കൃത്യസമയത്ത് അലാം വയ്ക്കാതെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് 41 ഡേയ്സ് 21 ദിവസം അലാം വെച്ച് എഴുന്നേക്കൂ.
കേട്ടോ. അത് ഈ ശിവരാത്രി മുതൽ ഞാൻ പറയണമെന്ന് ഓർത്താണ്. 21 ദിവസം അലാം വെച്ച് എഴുന്നേക്കൂ. അത് കഴിയുമ്പം 41ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അലാം ഇല്ലാതെ തന്നെ നിങ്ങൾ എഴുന്നേറ്റിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. 5 മണി, എല്ലാവരും 5 മണി. കാരണം ചിലരൊക്കെ രാത്രി ലേറ്റായിട്ട് കിടക്കുന്നവരാണ് ചേച്ചി, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ കിടക്കണം. ഇല്ല, അങ്ങനില്ല. 5 മണിക്ക് എഴുന്നേക്കൂ. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകാത്തവരാണെങ്കിൽ പ്രാതൽ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ടോ ഒക്കെ കുറച്ച് നേരം ഒന്ന് മയങ്ങോ. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 5 മണിക്ക് തന്നെ എഴുന്നേക്കാൻ വേണം, രാത്രി 9 മണിക്ക് ഉറങ്ങാൻ വേണം. ഇത് മസ്റ്റാണ്. ഇത് ഫീഡ് ചെയ്തോളൂ നിങ്ങൾ. ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ, ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഈ ജോലിക്ക് പോകുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട്. കുറേ പേര് ഈ പേജുകളിലൊക്കെ വന്ന് കിടന്ന് അലറുന്നുണ്ട്, അയ്യോ ഞങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലേ, ഞങ്ങൾക്ക് വയ്യേ. എൻ്റെ ഈ ഉറക്കമില്ലായ്മയ്ക്ക് ഞാൻ എന്തുമാത്രം ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്നറിയോ. ഞാനൊരു പ്രാവശ്യം കാറ് ഓടിച്ചുകൊണ്ട് മോളെ വിളിക്കാൻ പോയി കോളേജിൽ. മോള് പഠിക്കുന്ന സമയത്ത് SRMൽ. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്, വണ്ടല്ലൂർ സൂ എന്നൊക്കെ പറയും, അത് കഴിഞ്ഞ് പോകണം. അപ്പോൾ ഞങ്ങളുടെ ഓഫീസ് സിരിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ ഇടയ്ക്ക് മോളെ വിളിക്കാനായിട്ട് പോകാറുണ്ട് കേട്ടോ. കാരണം എന്നിട്ട് അവിടെ പോയി കിടക്കാമെന്ന് ഓർത്ത്. മോളുടെ ഹോസ്റ്റലല്ല, മോള് ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു 3-4 പേര് കൂടി. പിന്നീട് അത് പറ്റാതെ ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, മോളെ നീ 6 മണിക്ക് എഴുന്നേറ്റ് തന്നെ. കാരണം വെനസ്ഡേസ് ഞാൻ പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അമ്മമാർ വരണം. ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം ഈവനിങ് ഓരോ അമ്മമാർ പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ വെനസ്ഡേ എൻ്റെ ഊഴ. വെനസ്ഡേ ഞാൻ പോയി അവിടെ താമസിച്ചിട്ട് ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ വരണം. അപ്പോഴൊക്കെ എനിക്ക് ഈ അനീമിയയുടെ ലക്ഷണങ്ങളൊക്കെ ആ സമയത്തുകൊണ്ട് എനിക്ക് ഉറക്കമില്ല കേട്ടോ. ഞാൻ അടുത്ത ദിവസം, കാരണം എനിക്ക് ഇവിടെ ആണെങ്കിൽ ഡ്രൈവർ വരും, അത്രയും ദൂരത്തേക്ക് അങ്ങേര് വരില്ല. അയാൾ പറയാം അപ്പോഴേ, ബുധനാഴ്ച മാം അവിടെ പോകണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും ബസ്സിൽ. കാരണം അവിടെ കാറിലൊക്കെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര പാടാണേ, അയാൾക്ക് അയാളുടെ വീട്ടിൽ പോകണ്ടേ. അങ്ങനെ ആയിപ്പോൾ ഒരു ദിവസം ഞാൻ ഓടിച്ചപ്പോൾ മോളുണ്ടായിരുന്നു കാറിൽ കേട്ടോ. തിരിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് വണ്ടി ഇടിക്കാൻ പോയി ഒരു സ്കൂട്ടറുകാരനെ. മോൾ ആ കറക്റ്റ് സമയത്ത് അമ്മേ വണ്ടി എങ്ങോട്ടാണ് പോകണേ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റിയറിങ് നേരേക്ക് ഇങ്ങനെ പോവാ. അയാൾ അടിക്കടി പോകണം, എന്ന് ഇടിച്ച എന്തായാലും. അതേപോലെ പലർക്കും ഉറക്കമില്ലായ്മ കൊണ്ട് അത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 9 o'clock ഈവനിങ് നൈറ്റ് ടൈമിൽ, ദാറ്റ് ഈസ് യുവർ സ്ലീപ്പ് ടൈം എന്ന് പറഞ്ഞിട്ട് 5 മണിക്ക് എഴുന്നേറ്റുള്ളൂ. യു വിൽ ഹാവ് ആമ്പിൾ ടൈം. 1 മണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷനോ കസർത്തോ നടക്കാനൊന്നും പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വീട്ടിനകത്ത് തന്നെ ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് യു ഗോ ഇൻ ടു ദ കിച്ചൺ. ദെൻ യു ടേക്ക് എന്താ പറയുക, നാസ്തയ്ക്ക് പ്രിപ്പയർ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്തു നോക്കും ഒരു ടൈം ടേബിൾ വെച്ചിട്ട്. ഇത് ആവശ്യമാണ് കേട്ടോ, പ്ലീസ്. അത് കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് തികട്ടി വന്നു. ഇത് പറയണം ഇന്നെന്ന് വിചാരിച്ച് തന്നെ ഞാൻ വന്നിരുന്ന് പറഞ്ഞാണ്. ഞാൻ നാളെ വീഡിയോസ് ഇടാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വിചാരിച്ച് ഇന്ന് വരാം, ഇന്നലെയും വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കുട്ടികളോട്. സോ ബൈ ബൈ, ടേക്ക് കെയർ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം സ്ക്രോളിങ് അനാവശ്യ വീഡിയോസ് കേട്ടോ. ഞാൻ അടിവരയിട്ട് പറയട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിലോ. ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ ഞാനും പറയുന്നത്. ആവശ്യമുള്ള വീഡിയോസ് ഇടുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ കാണും. അല്ലാതെ അനാവശ്യമായിട്ടുള്ള 1 മിനിറ്റ് ഇപ്പോൾ അവരവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ തോന്നാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓക്കെ. പക്ഷേ എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ചായ തിളപ്പിക്കുന്നതും മുട്ട പൊരിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ദേ ആർ ഗെറ്റിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ? അൽഗോരിതം വർക്ക് ആവും അവരുടെ. യു ഷുഡ് തിങ്ക് വാട്ട് യു ആർ കൺസ്യൂമിങ് കേട്ടോ. ഇതാണ് ടേക്ക് അവേ. ബൈ.